സിന്ദൂരരേഖ രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 22. എല്ലാം കഴിഞ്ഞില്ലേ ആദ്യേട്ടാ? ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നത്? നമുക്ക് പോകാം. വിനീത തോളിൽ തട്ടി വിളിച്ചിട്ടും അവനത് അറിഞ്ഞിരുന്നില്ല. ഉപ്പിടിയിലെല്ലാം കഴിഞ്ഞ ശേഷവും കോടതി വരാന്തയിൽ വക്കീലിനോട് ഒരു പുഞ്ചിരിയോടെ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന മീരയുടെ നേർക്കായിരുന്നു അവൻ്റെ നോട്ടം പോയത്. മീര പഴയതിലും വെളുത്ത് സുന്ദരിയായിരിക്കുന്നു. ഇത്തിരി കൂടെ വണ്ണം വെച്ചിട്ടുണ്ട്. ശരീരത്തിന് വല്ലാത്ത വശ്യതയാണ്. അവൾ ഇത്രയും സുന്ദരിയായിരുന്നോ? അവനിലെ സംശയം അപ്പോൾ അതായിരുന്നു. മാത്രമല്ല, പെണ്ണിൻ്റെ മുഖത്ത് ലവലേശം പോലും സങ്കടമോ ദുഃഖമോ ഒട്ടും തന്നെ അപ്പോൾ ഉണ്ടായിരുന്നില്ല എന്നത് ആദിത്യനെ വല്ലാതെ സംശയത്തിലാഴ്ത്തി. പെണ്ണിൻ്റെ മുഖത്തെ സന്തോഷം ഇഷ്ടപ്പെടാത്തതുപോലെ ആദിത്യൻ്റെ കണ്ണുകളൊന്ന് കുറുകി. ആദ്യേട്ടാ, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? ഒന്ന് വേഗം വായോ. വിനീത വീണ്ടും അവനെ തട്ടി വിളിച്ചു. ആ, ഞാൻ വരുവാ. ഉള്ളിൽ ഒട്ടൊരു നീരസം ഉള്ളിൽ തോന്നിയെങ്കിലും അത് പുറത്ത് കാണിക്കാതെ ആദിത്യൻ അവളെ നോക്കി കൃത്രിമമായി പുഞ്ചിരിച്ചു. എങ്കിൽ വേഗം വായോ, ഇന്നത്തെ ദിവസം നമുക്ക് ആഘോഷിക്കണം. പോകുന്ന വഴിക്ക് ബിരിയാണി ഹബ്ബിൽ കയറി ബിരിയാണി വാങ്ങിക്കഴിക്കണം. പിന്നെ സെക്കൻഡ് ഷോയ്ക്കും പോകണം. അവൻ്റെ കയ്യിൽ പിടിച്ച് മുന്നോട്ടേക്ക് വലിച്ചുകൊണ്ട് വിനീത ഉച്ചത്തിൽ പൊറ്റിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അവളെ നോക്കി ചിരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് കാലുകൾ നീക്കുന്നുണ്ടെങ്കിലും ഉള്ളിലപ്പോഴും മീരയുടെ മുഖത്തെ ചിരിയും അവളുടെ ഉടലിൻ്റെ വശ്യമായ സൗന്ദര്യവുമാണ് അവൻ്റെ മനസ്സിൽ മിഴിവോടെ തെളിഞ്ഞു നിന്നത്. മീരയോട് താരതമ്യം ചെയ്താൽ വിനീതയ്ക്ക് ഒട്ടും സൗന്ദര്യമില്ല. അവളുടെ അത്രയും തൊലിവെളുപ്പോ വശ്യമായ അങ്കലാവണ്യമോ ഒന്നുമില്ല. മീരയുടേത് ഒരു പതിഞ്ഞ സ്വഭാവമാണെങ്കിൽ വിനീതയുടേത് നേരെ മറിച്ചാണ്. ആരെയും സംസാരത്തിലൂടെയും വാക്ചാതുര്യത്തിലൂടെയും തളച്ചിടുവാൻ വിനീതയ്ക്ക് നല്ല കഴിവാണ്. അവളുടെ ആ സംസാരത്തിലും മയക്കുന്ന ചിരിയിലുമാണ് താൻ വീണുപോയത് പോലും. ആദ്യേട്ടാ, നാളെ ലീവാക്കുവാണോ? കോടതി മുറ്റത്തിൻ്റെ ഒരു കോണിൽ പാർക്ക് ചെയ്തിരിക്കുന്ന കാറിനരികിലേക്ക് നടക്കുമ്പോൾ വിനീത വീണ്ടും ചോദിച്ചു. നാളെ എടുക്കണോ വിനീതേ? ഇപ്പോൾ തന്നെ ലീവ് കുറേയായി. 2 ആഴ്ച കഴിയുമ്പോൾ നിന്റെ ഡിവോഴ്സിൻ്റെ ലാസ്റ്റ് ഹയറിങ്ങിന് നമുക്ക് വീണ്ടും വരേണ്ടതല്ലേ? നാളെയും കൂടി എടുത്താൽ അന്നത്തേക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു കൊണ്ടാണ് അവനത് പറഞ്ഞത്. എങ്കിൽ അങ്ങനെ മതി. അതും കൂടെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് മനസ്സമാധാനമായിട്ട് കല്യാണം കഴിക്കാൻ, അല്ലേ ആദിയേട്ടാ? കോ ഡ്രൈവിംഗ് സീറ്റിലിരുന്നവൾ ഒന്ന് കുറുകിക്കൊണ്ട് ആദിയുടെ ദേഹത്തേക്ക് ചാഞ്ഞു. ആ, അവനൊന്ന് മൂളിക്കൊണ്ട് മറുപടി നൽകുമ്പോഴും ഇത്തിരി ദൂരെ വരാന്തയിൽ നിൽക്കുന്ന മീരയുടെ നേർക്കായിരുന്നു ശ്രദ്ധ മുഴുവനും. ഇനി പോയേക്കാം, വണ്ടി എടുക്ക്. സ്റ്റിയറിങ്ങിൽ പിടിച്ചുകൊണ്ട് ഇനിയും കാർ സ്റ്റാർട്ട് ചെയ്യാത്തവനെ അവൾ ഒട്ടൊരു നീരസത്തോടെ നോക്കി. ആ, പോകാം. പോകുവാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നുവെങ്കിലും അവനത് മനഃപൂർവ്വം മറച്ചു വെച്ചു. പൊടുന്നനെയാണ് ആദിത്യൻ്റെ ഫോൺ ചിലച്ചത്. ബാങ്കിൽ നിന്നുമുള്ള കോളാണ്, അതും അത്യാവശ്യമില്ലാത്തത്. മനസ്സിൽ നിരീച്ചത് നടക്കാൻ പോകുന്നുവെന്നുള്ള സന്തോഷത്തിൽ അവൻ ദൈവത്തിന് നന്ദി പറഞ്ഞപ്പോൾ ഉള്ളിലുള്ള സന്തോഷം പുറത്തു കാട്ടാതെ അവൻ ആ കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് തന്നെ കാറിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി. ലക്ഷ്യം മീരയെ ശ്രദ്ധിക്കുക എന്നത് തന്നെ. ചെവിയരികിൽ ഫോൺ വെച്ച് സംസാരിച്ചു കൊണ്ട് തന്നെ അവൻ കാറിൻ്റെ ഡോർ അടച്ച് മുന്നോട്ടേക്ക് നടന്നു. കോടതി വരാന്ത മുഴുവനും കാണാൻ പറ്റുന്ന വിധത്തിൽ മുറ്റത്ത് നിൽക്കുന്ന ഏതോ മരത്തണലിൻ്റെ ചുവട്ടിലേക്കായി ചെന്ന് നിന്നു. അപ്പോഴും കണ്ണുകൾ അവളുടെ നേരെയായിരുന്നു എന്ന് മാത്രം. ഇയാൾ ആരാ എപ്പോഴും ഇവിടെ പുറകെ നടക്കാൻ? വക്കീലിനോട് സംസാരിച്ചിട്ട് കോടതി വരാന്തയുടെ പടികൾ ഇറങ്ങാൻ തുടങ്ങുന്ന മീരയുടെ അടുത്തേക്ക് ചെന്ന പപ്പനെ കണ്ട ആദിയുടെ കണ്ണുകൾ ഒന്ന് കൂർത്തു. അന്നും ഇയാളുടെ കൂടെയല്ലേ ഇവളെ താൻ കണ്ടത്? അവൻ്റെ മനസ്സിൽ പൊടുന്നനെ സംശയം നിഴലിച്ചു. ഇങ്ങേർക്ക് എന്താ ഇവളുടെ അടുത്ത് ഇത്രയും കാര്യം? ഇനി ഇവരെങ്ങാനും കെട്ടാൻ പോകുന്നവരോടാണോ? അവനിൽ വെപ്രാളം നിറഞ്ഞു. വിനീത പറഞ്ഞതുപോലെ അന്യപുരുഷനെ കണ്ടാൽ തല പോലും ഉയർത്തി നോക്കാനാത്തവളായിരുന്നു. തന്നെ പോലും പേടിയോടെയാണ് ആദ്യേട്ട എന്ന് വിളിച്ചിരുന്നത് പോലും. ആ അവളാണോ ഇപ്പോൾ വേറൊരുത്തൻ്റെ കൂടെ? അവനിൽ അസൂയയോ ദേഷ്യമോ അമർഷമോ നഷ്ടബോധമോ അങ്ങനെ എന്തൊക്കെയോ കൂടിക്കുഴഞ്ഞ ഭാവങ്ങൾ മുളപൊട്ടി. പപ്പനും ദത്തനും മീരയും ചേർന്ന് നിന്ന് സംസാരിക്കുന്നതും ദത്തൻ അവളോട് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് എന്തൊക്കെയോ ആശ്വസിപ്പിക്കുന്നതുമൊക്കെ അവൻ ഒട്ടൊരു പുച്ഛത്തോടെ നോക്കി നിന്നു. ഒടുവിൽ പപ്പൻ്റെ കൂടെ കാറിൽ കയറിപ്പോകുന്ന മീരയെ കണ്ടപ്പോഴാണ് ആദിത്യ ശരിക്കും ഞെട്ടിയത്. ദത്തൻ ഉള്ളപ്പോൾ തന്നെ ഇവൾ എന്തിനാണ് അയാളുടെ കൂടെ വണ്ടിയിൽ കയറി പോകുന്നത്?
അത്രയും നേരം ഉണ്ടായിരുന്ന അവൻ്റെ ദേഷ്യവും കുശുമ്പും അസൂയയും എല്ലാം വേറെ എന്തൊക്കെയോ വികാരങ്ങളിലേക്ക് വഴിമാറി. അവർ പോകുന്ന വണ്ടിയെ ഒന്ന് നോക്കി അവൻ തിരിഞ്ഞു നടന്നു. ചെവിയോരം ചേർത്ത് വെച്ച ഫോൺ തിരികെ കയ്യിൽ പിടിച്ചുകൊണ്ട് അതിൽ വന്ന കോൾ എപ്പോഴോ കട്ടായിരുന്നു. എന്താണ് സാറേ, വിളിയും പറച്ചിലുമൊക്കെ ഇത്തിരി കൂടുതലാണല്ലോ ഈയിടെയായിട്ട്. രശ്മി അതും പറഞ്ഞുകൊണ്ട് ഫോണിൽ കൂടി ഇത്തിരി ഉച്ചത്തിൽ തന്നെ ചിരിച്ചു. നിന്റെ സാർ വിളി ഇനിയെങ്കിലും ഒന്ന് നിർത്താറായില്ലേ രശ്മി? ഒന്നുമില്ലേലും നിന്റെ പുറകെ നടന്ന് എൻ്റെ ചെരുപ്പ് തേയാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 മാസത്തോളം ആയില്ലേടി. അനിരുദ്ധിൻ്റെ ശബ്ദം മനസ്സിന് വല്ലാത്ത കുളിർമ ഉണ്ടാക്കുന്നതായിരുന്നെങ്കിലും അവളിലെ പെണ്ണത് പുറത്തു കാട്ടിയില്ല. അതെ, നിങ്ങൾ എന്നെ 3 മാസം നിങ്ങളുടെ പുറകെ നടത്തിച്ചില്ലേ? ഈ പാവം ഞാൻ 1 മാസമല്ലേ നടത്തിച്ചുള്ളൂ. ഇനിയും കിടക്കുന്നു ബാക്കി 2 മാസങ്ങൾ കൂടി. അവളിൽ നിന്നും വീണ്ടും പൊട്ടിച്ചിരി ഉയർന്നു. പകരത്തിന് പകരം വീട്ടുന്നതിൻ്റെ സംതൃപ്തി. അത് ശരി, അപ്പോൾ ഇനി 2 മാസം കൂടി ഞാൻ നിൻ്റെ പുറകെ മാനസമായനെ പാടി നടക്കണമെന്ന് സാരം അല്ലേ? പിന്നെ നടക്കണ്ടേ? അതല്ലേ അതിൻ്റെ ഒരിത്. ഞാൻ അനുഭവിച്ച വേദനയും യാതനയും നാണക്കേടും ഒക്കെ സാറ് കൂടെ ഒന്ന് അനുഭവിക്കുന്നത് നല്ലതാ. അവൾ പുച്ഛം വാരി വിതറി. ആയി ശരി, ഞാനങ്ങനെ നടന്നില്ലേലോ? അവൻ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. നടന്നില്ലേ? നടത്തിക്ക് ഞാൻ. എനിക്ക് നടക്കാൻ മനസ്സില്ലെങ്കിലോ? അവൻ അവളെ വീണ്ടും വീണ്ടും പ്രകോപിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെയായോ? നടന്നില്ലെങ്കിൽ നിങ്ങളെയും കൊല്ലും, എന്നിട്ട് ഞാനും ചാവും. നോക്കിക്കോ. എന്താടി രാക്ഷസി നിനക്ക്? വന്ന് വന്ന് പെണ്ണിനൊരു പേടിയും ഭയവും ഇല്ലാതായിരിക്കുന്നു എന്നോട്. അനി ചുണ്ടുകൾ കോട്ടി. അയ്യോ പിന്നെ നിങ്ങൾ പറഞ്ഞത് കേട്ടാ തോന്നും നിങ്ങളെ പണ്ട് കാണുമ്പോൾ ഞാൻ പേടിച്ച് ചീച്ചി മുള്ളിക്കിടക്കുമായിരുന്നെന്ന്. അവൾ അതും പറഞ്ഞുകൊണ്ട് ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു. എന്തോ നെടി രശ്മി നീ ഇങ്ങനെ ആയിപ്പോയത്? പാവം നിന്റെ വീട്ടുകാർ നിന്നെ എങ്ങനെ സഹിക്കുന്നേടി? അവനൊന്നും മനസ്സിൽ ചിരിച്ചുകൊണ്ട് ആരാഞ്ഞു. അവർ സഹിച്ചോളും, ഇനി മുതൽ നിങ്ങളും സഹിക്കണം, അവൾ കട്ടായം പറഞ്ഞു. ഞാൻ സഹിച്ചില്ലേലോ? ഞാൻ വേറെ ഒരു സുന്ദരി പെണ്ണിനെ കിട്ടി സുഖമായിട്ട് ജീവിക്കുമെങ്കിലോ? തമാശയാണെങ്കിലും അത് കേട്ടപ്പോൾ മാത്രം അവളുടെ നെഞ്ചകം അറിയാതെ ഒന്ന് വിങ്ങി. എന്തിനോ വേണ്ടി അറിയാം, അനിയേട്ടൻ അതൊക്കെ തമാശയ്ക്ക് പറയുന്നതാണെന്ന്. എന്നാലും കേൾക്കുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട്. പിന്നെ ഞാനുണ്ടാവില്ല അനിയേട്ട. അത്രയും നേരം തമാശ പറഞ്ഞു പൊട്ടിച്ചുകൊണ്ടിരുന്നവൾ പെട്ടെന്ന് ഗൗരവത്തിലായി. ശബ്ദം ഇടറി. ഏയ് രശ്മി, ഞാൻ വെറുതെ പറഞ്ഞതല്ലേടോ, നീ എന്തിനാ കാര്യമാക്കുന്നേ? അവളുടെ ശബ്ദത്തിലെ പതറിച്ച തിരിച്ചറിഞ്ഞതും അനി വല്ലാണ്ടായി. ഞാൻ തമാശ പറഞ്ഞതല്ല അനിയേട്ട, എനിക്കിനി നിങ്ങളില്ലാതെ പറ്റില്ലെന്നായിരിക്കുന്നു. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ ഈ രശ്മി ജീവിച്ചിരിക്കില്ല. പിന്നെ നോക്കിക്കോ. എൻ്റെ പൊന്നു മോളെ, നീ വെറുതെ ഇങ്ങനെ കാട് കയറി ചിന്തിക്കല്ല് കേട്ടോ. ഈ അനിരുദ്ധൻ്റെ പെണ്ണാണ് നീ, എൻ്റെ മാത്രം പെണ്ണ്. നീ അല്ലാതെ ആ സ്ഥാനത്ത് എൻ്റെ ജീവിതത്തിൽ ഇനിയും മറ്റൊരാൾ ഉണ്ടാവില്ല. ഇതെൻ്റെ വാക്ക്, അവൻ ഉറപ്പോടുകൂടി പറഞ്ഞു. ഞാൻ വെറുതെ പറഞ്ഞതാനിയേട്ടാ, സോറി. എന്തിനാടി സോറി? നീ എൻ്റെ അല്ലേടി. സ്വന്തമായതിനോടൊന്നും സോറിയും താങ്ക്സും ഒന്നും പറയുന്നതോട് എനിക്കൊട്ടും താല്പര്യമില്ല. എങ്കിൽ തിരിച്ചെടുത്തിരിക്കുന്നു. നല്ലൂട്ടി. അവൻ അവളെ കളിയായി പ്രശംസിച്ചു. അതൊക്കെ പോട്ടെ, അനിയൻ എന്നാണ് ആ താടകയുടെ കയ്യിൽ നിന്ന് ഡിവോഴ്സ് കിട്ടുന്നത്? ഇന്നല്ലായിരുന്നോ മീരേച്ചിയുടേത്? അത്രയും നേരത്തെ കളിപറച്ചിലുകൾ പൊടുന്നനെ ഗൗരവത്തിലേക്ക് വഴിമാറി. നീരയുടെ കാര്യം ഇന്ന് സെറ്റായി. ഞാനൊന്ന് ഫ്രീ ആവണേ. ഇനിയും കിടക്കുന്ന മോളെ 2 ആഴ്ച. അവനിൽ നിന്ന് ഒരു നെടുവീർപ്പ് ഉയരുന്നത് രശ്മിക്ക് കേൾക്കുവാനായി. അപ്പോൾ ഇനിയും 2 ആഴ്ച കൂടെ നോക്കിയിരിക്കണം അല്ലേ? അവളിൽ പരിഭവം നിറഞ്ഞു. പിന്നെ വേണ്ടേ കൊച്ചേ, അതൊന്ന് കിട്ടിയിട്ട് വേണം. പറയാൻ വന്നത് അനി പാതി വഴിയിൽ നിർത്തി. കിട്ടിയിട്ട് വേണം? അവൾ നാണത്തോടെ ചോദിച്ചു. കിട്ടിയിട്ട് വേണം എനിക്ക് വേറൊരു സുന്ദരി പെണ്ണിനെ കല്യാണം കഴിക്കുവാൻ. പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും പൊട്ടിച്ചിരിച്ചു. പിന്നെയും അവർ തമ്മിൽ തല്ലുകൂടി, അടിയിട്ടു, പിണങ്ങി, പരിഭവിച്ചു, വീണ്ടും വെണ്ടി, പരിഭവങ്ങൾ പറഞ്ഞ് പ്രണയം കൈമാറി. അങ്ങനെ നേരെ ഇരുട്ടിയല്ലോ. കോടതിയിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന വഴി മീര വേവലാതിപ്പെട്ടു. സാരമില്ലടോ, ഇനി 1/2 മണിക്കൂർ കൂടിയേ ഉള്ളേ. അതിനുള്ളിൽ നമുക്ക് വീട്ടിലേക്ക് എത്താന്നേ. ഡ്രൈവിംഗ് ചെയ്തുകൊണ്ടിരുന്നവൻ അവളുടെ നേരെ പതിവ് പോലെ ഒന്ന് കണ്ണ് ചിമ്മിക്കാട്ടിക്കൊണ്ട് മറുപടി നൽകി. കുട്ടികൾ. ഉള്ളിലുള്ള അവളുടെ സങ്കടം അറിയാതെ തന്നെ പുറത്തേക്ക് വന്നു. നാണയമ്മ ഉണ്ടല്ലോ, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. ആ അതറിയാം, എന്നാലും സാർ.
അവൾ പറഞ്ഞു മുഴുമിപ്പിച്ചില്ല. അതിനു മുൻപേ തന്നെ പപ്പൻ കാർ വഴിയുടെ ഒരു വശത്തേക്ക് സഡൻ ബ്രേക്കിട്ട് നിർത്തിയിരുന്നു. അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നത് വഴിവിളക്കിൻ്റെ വെളിച്ചത്തിൽ അവൾ നല്ലതുപോലെ കണ്ടിരുന്നു. പതിവില്ലാത്തത് കണ്ടതും മീരയ്ക്ക് കരച്ചിൽ വന്നു. എന്താ എന്താ സർ? അവനിലെ ഭാവമാറ്റം കണ്ടതും കാര്യം മനസ്സിലാവാതെ മീരയൊന്ന് പേടിച്ചു. എന്താണെന്ന് മീരയ്ക്ക് ഇതുവരെ മനസ്സിലായില്ലേ? ഇല്ല സർ, അവൾ വിറച്ചുകൊണ്ട് മറുപടി നൽകി. ഞാൻ മീര ഏത് ക്ലാസ്സിലാണ് പഠിപ്പിച്ചിട്ടുള്ളത്? അവൻ്റെ ചോദ്യം കേട്ടവൾ ഒരു നിമിഷം കണ്ണും വീഴ്ചിരുന്നു. പറ മീര, ഞാൻ ഏത് ക്ലാസ്സിലാണ് നിന്നെ പഠിപ്പിച്ചുള്ളത്? ഒരാവർത്തി കൂടി അവൻ ചോദ്യം ചോദിച്ചു. അപ്പോഴും മീര മുഖം കുനിച്ചിരുന്നു. ഇനി ഇരുന്ന് ആവർത്തിക്കരുത് കേട്ടോ. പപ്പൻ ഇത്തിരി ശാന്തമായി തുടർന്നതും അവൾ നിറകണ്ണുകളോടെ മുഖമുയർത്തി അവനെ നോക്കി തലയാട്ടി കാട്ടിയതും ഒരുപോലെയായിരുന്നു. അത് കണ്ടതും പത്മനാഭൻ്റെ നെഞ്ചൊന്ന് വിങ്ങി. ആ കണ്ണുനീർ അവനെ വല്ലാതെ പൊള്ളിച്ചു. കൂടെ ആ നിഷ്കളങ്കമായ കുഞ്ഞുകുട്ടികളെ പോലെയുള്ള തലയാട്ടിക്കാട്ടലും അവനെ വല്ലാത്തൊരവസ്ഥയിലെത്തിച്ചു. അവൻ അവളെ ആശ്വസിപ്പിക്കണമെന്ന് തോന്നി. ഒറ്റ വലിക്ക് പെണ്ണിനെ നെഞ്ചോരം ചേർത്ത് പിടിച്ചുകൊണ്ട് നെറുകയിൽ മുത്തുമ്പോൾ മീര ഇനി തനിക്ക് മാത്രമെന്ന സ്വന്തമെന്ന ചിന്ത അവൻ്റെ മനസ്സിൽ വല്ലാതെ ഉറച്ചു പോയിരുന്നു. ഇനി പപ്പേട്ടനെന്ന് വിളിച്ചാൽ മതി. ഉള്ളിലുള്ള ആഗ്രഹം പുറത്തേക്ക് തെറിച്ചപ്പോൾ നെഞ്ചോരം മുഖം പൂഴ്ത്തിയവളുടെ ഉള്ളവും ആ പേരിനെ മനസ്സിൽ പതിപ്പിക്കുവാൻ തുടങ്ങുകയായിരുന്നു. പപ്പേട്ടൻ. അമ്മ എങ്ങനെയെങ്കിലും ഇതൊന്ന് ശരിയാക്കി തരണം. ഈ വാടക വീട്ടിൽ എത്ര നാളായി ഇങ്ങനെ? ആദിത്യൻ്റെ സംസാരത്തിൽ ഒട്ടൊരു നീരസം നിറഞ്ഞു നിന്നിരുന്നു. അവൻ ഫോൺ ഒന്നും കൂടി കാതോരം ചേർത്ത് പിടിച്ചു. എടാ, ഞാൻ എന്തു വേണമെന്നാ നീ ഈ പറയുന്നത്? ഇവിടെയുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നിനക്കും അറിവുള്ളതല്ലേ? വത്സലയ്ക്ക് ചോദിക്കാതിരിക്കാനായില്ല. അവർ മകൻ്റെ നേരെ തട്ടിക്കയറി. അമ്മ എന്തു ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഞാനും വിനീതയും ആ വീട്ടിൽ താമസിക്കുന്നത് അമ്മയ്ക്കിഷ്ടമല്ലേ? അവൻ ഇത്തിരി പതിയെയാണ് സംസാരിച്ചത്. ഓഫീസിലിരിക്കുമ്പോൾ ഉച്ചത്തിൽ പറഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവർ ശ്രദ്ധിക്കും എന്നത് തന്നെ കാരണം. ആദി, ഇവിടെ ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല. അച്ഛനും മോനും ഒറ്റക്കെട്ടാണ്. എന്നെ ഒരു മനുഷ്യജീവിയായിട്ട് പോലും ഇവിടെയുള്ളവർ പരിഗണിക്കുന്നില്ല. ഞാൻ എന്ത് കാര്യം പറഞ്ഞാലും ഒന്ന് കേൾക്കാൻ പോലും കൂട്ടാക്കുന്നില്ല രണ്ടും. വത്സല തൻ്റെ പരാതികൾ ഓരോന്നായി കെട്ടഴിച്ചു. ആദിത്യനും വിനീതയും ഇറങ്ങിപ്പോയതിനു ശേഷം വല്ലാത്തൊരു ശൂന്യത അനുഭവപ്പെട്ടിരുന്നു വത്സലയ്ക്ക്. ആരും മിണ്ടാനില്ലാതെ, ആരെയും അടക്കി ഭരിക്കാനാവാതെ അവരാ മുല്ലശ്ശേരി ബംഗ്ലാവിനുള്ളിൽ ഏകദേശം ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു. സുകുമാരനോ അനിരുദ്ധോ അവരെ ഒന്ന് കേൾക്കുവാനോ അവരോട് സംസാരിക്കുവാനോ കൂട്ടാക്കാതെ ഇങ്ങനെയൊരു സ്ത്രീ ഇല്ല എന്ന മട്ടിലായിരുന്നു അവരുടെ പ്രവർത്തികൾ. അമ്മ, ഞാനും അമ്മയുടെ മകനല്ലേ. നിയമപരമായി പറഞ്ഞാൽ എനിക്കിന്നും ആ വീട്ടിൽ അവകാശമുണ്ട്. അതുകൊണ്ട് എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും ശരി, അമ്മ എങ്ങനെയെങ്കിലും എന്നെ അങ്ങോട്ടേക്ക് തിരിച്ചു വിളിപ്പിക്കണം. ഇവിടെ ഞങ്ങൾക്ക് ഒട്ടും പറ്റാഞ്ഞിട്ടാണ്. ഓരോ മാസത്തെ ചെലവുകൾ എത്രയാണെന്ന അമ്മയുടെ വിചാരം? 10 പൈസ കൈ മിച്ചം വയ്ക്കാൻ ഇപ്പോൾ പറ്റുന്നില്ല. അവൻ സ്വന്തം അവസ്ഥകൾ വിശദീകരിക്കാനായി ശ്രമിച്ചു. ഞാനൊന്ന് നോക്കട്ടെ. എന്തൊക്കെയാണേലും എല്ലാവരും നിങ്ങളെ കൈയൊഴിഞ്ഞതുപോലെ എനിക്കങ്ങനെ പറ്റത്തില്ലല്ലോ. കുറച്ച് ദിവസങ്ങൾ കൂടി നീ ക്ഷമിക്ക്. എന്തെങ്കിലും ഞാൻ ചെയ്തോളാം. അവൻ മകൻ ഉറപ്പു നൽകി. പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നു. ഇന്നലെ എൻ്റെ ഡിവോഴ്സിൻ്റെ കാര്യം ശരിയായി. ആ മോൾ ഒപ്പിട്ട് തന്നു. അതെയോ? നന്നായി മോനെ. ഒന്നുമില്ലല്ലോ, ആ മച്ചിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. അല്ലെങ്കിൽ തന്നെ ഇതുപോലെയുള്ള ഗതികെട്ടവളെ ഈ കുടുംബത്ത് കയറ്റി താമസിപ്പിക്കുന്നതിനോളം വലിയൊരു നാണക്കേട് മറ്റൊന്നിനുമില്ല ഉണ്ടാവില്ല. അവർ പല്ലുകൾ ഞെരിച്ചുകൊണ്ടാണ് മീരയോടുള്ള ദേഷ്യം പറഞ്ഞു തീർത്തത്. ഇനിയിപ്പോൾ അതോർത്ത് അമ്മയ്ക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. 2 ആഴ്ച കൂടെ കഴിഞ്ഞാൽ വിനീതയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ഏതെങ്കിലും രജിസ്റ്റർ ഓഫീസ് വെച്ച് കെട്ട് നടത്തണമെന്നാണ് ഞങ്ങളുടെ 2 പേരുടെയും തീരുമാനം. അവളുടെ വീട്ടുകാരോട് ഞാൻ സംസാരിച്ചിരുന്നു. പണ്ടത്തെ പോലെ ഇഷ്ടക്കേടൊന്നും അവരുടെ ഭാഗത്തുനിന്നും ഇപ്പോൾ കാണുന്നില്ല. അതെന്തായാലും നന്നായി മോനെ. എന്തൊക്കെയാണേലും വിനീതയുടെ വീട്ടുകാരെ പിണക്കരുത്. അവരുടെ ഒറ്റ മോളാ പെണ്ണ്. അവരുടെ കോടിക്കണക്കിന് സ്വത്തിൻ്റെ ആകെയുള്ളൊരു അവകാശി. അതിപ്പോൾ എന്തൊക്കെയാണേലും ഇന്നല്ലെങ്കിൽ നാളെ നിൻ്റെ കൈ വന്നു ചേരേണ്ടതല്ലേ? മകനോട് അത്രയും പറഞ്ഞിട്ട് വത്സമ്മ കുടിലതയോടെ ചിരിച്ചു. അതൊക്കെ എനിക്കറിയാമേ. അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് അമ്മ തലമുണ്ടാക്കേണ്ട. എങ്ങനെയെങ്കിലും ഞങ്ങളെ വീട്ടിലേക്ക് തിരിച്ചു വിളിക്കുന്ന കാര്യം മാത്രം അമ്മ ആലോചിക്ക്. അവൻ ഒരു വട്ടം കൂടി അവരെ അക്കാര്യം ഓർമ്മിപ്പിച്ചു. ശേഷം കോള് കട്ട് ചെയ്തു. തൻ്റെ മൂത്ത മകനെയും വിനീതയെയും എങ്ങനെ തിരിച്ചു വീട്ടിലേക്ക് കയറ്റാമെന്ന് ആലോചിച്ചുകൊണ്ട് തല പുകയ്ക്കുകയായിരുന്നു വത്സല അപ്പോൾ.
അച്ചുമോനെ, ആദൂട്ടാ, നില്ലടാ ഒന്ന്. ദേ അമ്മയിട്ടിങ്ങനെ ഓടിക്കല്ല് കേട്ടോ. രാവിലത്തെ പ്രാതൽ ഒരു പ്ലേറ്റിലെടുത്ത് പിടിച്ചുകൊണ്ട് ചന്ദ്രമംഗലത്തെ മുറ്റം മുഴുവനും അവൾ കുട്ടികളുടെ പുറകെ ഓടി. അമ്മയെ ഒന്നൂടി എന്ന് കൊഞ്ചലോടെ അവർ പറയുമ്പോൾ അവൾ വീണ്ടും അവരുടെ പിന്നാലെ ഓടുവാനായി തുടങ്ങും. ഇനി മതി കളിച്ചത്, അമ്മയ്ക്ക് വയ്യാതായി കേട്ടോ. പിന്നാലെ ഓടിയിട്ടും കുഞ്ഞുങ്ങൾ ഇത്തിരി പോലും ഭക്ഷണം കഴിക്കുന്നില്ലെന്ന് കണ്ടതും അവൾ ഉമ്മറപ്പടികളിൽ ചെന്നിരുന്നു. അമ്മേ ബാ. അച്ചു വന്ന് അവളുടെ കയ്യിൽ തോണ്ടി വീണ്ടും കൂടെ കളിക്കുവാൻ വിളിച്ചു. ഇല്ല, ഞാൻ വരില്ല, ഇത് മുഴുവൻ കഴിക്കാമെങ്കിൽ വരാം. അവൾ പേറ്റും പിടിച്ചുകൊണ്ട് പിണങ്ങി തിരിഞ്ഞിരുന്നു. ഓക്കെ, താ അമ്മേ. അവളുടെ പിണക്കം സഹിക്കാൻ വയ്യാഞ്ഞിട്ടാവാം രണ്ടുപേരും പതിയെ ചെന്ന് അവളുടെ ഇരുവശങ്ങളിലേക്കുമായി ഇരിപ്പുറപ്പിച്ചു. മീര പതിയെ ഇഡലി ചട്നിയിൽ കുഴച്ച് കുഞ്ഞു കുഞ്ഞു പീസുകളാക്കി അവരുടെ വായിൽ വെച്ചു കൊടുത്തു. അവരത് പതിയെ പതിയെ ചവച്ചിറക്കി. അമ്മേ മതി. കുറെ കൂടി കഴിഞ്ഞപ്പോഴേക്കും രണ്ടും പതിയെ ഇരുന്ന് ചിണുങ്ങാൻ തുടങ്ങി. ഇതൂടെ കഴിക്കില്ലാതെ വിധില്ലാട്ടോ, എൻ്റെ കുഞ്ഞൂസങ്ങൾക്ക് വയറ് വിശക്കില്ലേ? പെണ്ണിൻ്റെ മുഖം ചുളിയുന്നത് കണ്ടതും രണ്ടുപേരും വീണ്ടും മനസ്സില്ലാ മനസ്സോടെ കുഞ്ഞുവായ തുറന്നു കൊടുത്തു. മീര കൊടുത്ത ഭക്ഷണം മുഴുവൻ കഴിച്ചതിന് ശേഷമാണ് മുത്തുമണികൾ അവളുടെ അരികിൽ നിന്ന് എഴുന്നേറ്റ് തന്നെ. അയ്യോ പോവല്ലേ, ബാ വായ കഴിയിക്കട്ടെ. മുറ്റത്തേക്ക് ചാടുവാനായി ഇറങ്ങിയവരെ അവൾ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് മുറ്റത്തിൻ്റെ ഒരു സൈഡിലായി പിടിപ്പിച്ചിരിക്കുന്ന പൈപ്പിൻ ചോട്ടിലേക്ക് കൊണ്ടുപോയി. ഇനി കളിച്ചോട്ടോ. അവരുടെ വായും മുഖവും കഴുകിച്ച് വൃത്തിയാക്കിയതിന് ശേഷം കുഞ്ഞി കവളുകളിൽ ഓരോ ഉമ്മ നൽകി പെണ്ണവർക്ക് പോകുവാനുള്ള അനുവാദം നൽകി. അവർ ചാടി ചാടി വീടിന് മുന്നിലേക്ക് ഓടിയതും അവരുടെ പിന്നിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ മീര കുറച്ചു നേരം അവിടെ തന്നെ നിന്നു. അച്ഛാ വന്ന്. രണ്ടും കൂടി ഗേറ്റിനരികിലേക്ക് ഓടുന്നത് കണ്ടപ്പോഴാണ് പെണ്ണിൻ്റെ കണ്ണുകൾ അങ്ങോട്ടേക്ക് നീണ്ടത്. രാവിലെ പാടത്ത് പണിയുണ്ടെന്നും പറഞ്ഞ് ദേവരാജനോടൊപ്പം പപ്പൻ പോയ കാര്യം അപ്പോഴാണ് മീര ഓർക്കുന്നത് തന്നെ. ഗേറ്റിനുള്ളിലേക്ക് കടന്നു വരുന്ന ബൈക്കിന് നേരെ അവളുടെ മിഴികൾ കൂർത്തു. കാരണം വണ്ടി ഓടിക്കുന്നത് പപ്പനല്ല. നെറ്റി ചുള്ളിച്ചുകൊണ്ട് ആദ്യം അവൾ നോക്കിക്കണ്ടത് ബൈക്കിന് മുൻപിലിരിക്കുന്ന സുരേഷേട്ടനെയാണ്. ആള് ചന്ദ്രമംഗലത്തുകാരുടെ അകന്നൊരു ബന്ധുവാണ്. പല പ്രാവശ്യം വീട്ടിൽ വന്ന് കണ്ട് പരിചയമുള്ളതിനാൽ അവൾക്ക് അദ്ദേഹം അപ്പോൾ സുപരിചിതനുമാണ്. സുരേഷിന് പിന്നിലിരിക്കുന്ന ആളെ കണ്ടപ്പോൾ കൂർത്ത കണ്ണുകളിൽ പെട്ടെന്ന് തന്നെ വെള്ളം നിറയുന്നത് പെണ്ണറിഞ്ഞു. ബൈക്കിൻ്റെ പിൻസീറ്റിലിരിക്കുന്ന പപ്പൻ്റെ നെറ്റിയിൽ ഒരു വെള്ളത്തുണി കൊണ്ടുള്ള ചുറ്റിക്കെട്ടുണ്ടായിരുന്നു. അതിൽ ചോര പനച്ചിരുന്നു. അവരുടെ വണ്ടി പൂമുഖത്തെ സിറ്റൗട്ടിലേക്ക് വന്നതും മീര അങ്ങോട്ടേക്ക് കാലുകൾ പറിച്ചുകൊണ്ട് ഓടിച്ചെന്നു. എന്തിനു വേണ്ടി നെഞ്ചു തേങ്ങുന്നതും മിഴിയിൽ നിറഞ്ഞു നിന്ന വെള്ളത്തുള്ളികൾ അനുവാദമില്ലാതെ കവളും കഴിഞ്ഞ് താഴേക്ക് ഒഴുകുന്നതും പെണ്ണറിഞ്ഞു. എന്താ എന്താ പറ്റിയേ? വണ്ടിയിൽ നിന്നും വളരെ ശ്രമപ്പെട്ടിറങ്ങുന്നവനോട് ആദ്യോടെ അവൾ ചോദിച്ചു. ഇവൻ പാടത്തെ മണ്ണൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോയതാ പെങ്ങളെ. ഭാഗ്യത്തിന് ഇത്തിരി തൊലി പോയതല്ലാതെ വേറൊന്നും പറ്റിയില്ല ആശാന്. വണ്ടിയുടെ ചാവി തിരിച്ച് ഓഫ് ചെയ്യുന്നതിനിടയിൽ സുരേഷേട്ടനാണ് അവൾക്കുള്ള മറുപടി നൽകിയത്. നെറ്റിയിൽ ഒത്തിരി മുറിഞ്ഞോ? വേറെ എവിടെയെങ്കിലും എന്തേലും പറ്റിയോ? അവൾ പപ്പൻ്റെ ദേഹം മുഴുവൻ കണ്ണുകൾ കൊണ്ട് ഒഴിഞ്ഞു. ഏയ്, അത്രയ്ക്കൊന്നും പറ്റിയില്ലടോ. നെറ്റി ഒന്നിടിച്ചു. കയ്യിലേയും കാലിലേയും ഇത്തിരി പെയിൻറ്റ് പോയി, അത്രയേ ഉള്ളൂ. പപ്പൻ അവളെ പതിവ് പോലെ കണ്ണിറുക്കി കാട്ടി. അച്ഛേ. അപ്പോഴേക്കും കുഞ്ഞുങ്ങൾ ഓടി വന്ന് അവൻ്റെ ദേഹത്തേക്ക് വലിഞ്ഞു കയറാനായി തുടങ്ങിയിരുന്നു. അച്ഛയ്ക്ക് ഉവ്വായേ, എൻ്റെ മക്കളെ അമ്മ എടുക്കാമല്ലോ. മീര പൊടുന്നനെ കുഞ്ഞുങ്ങളെ ഇരു കൈകൾ കൊണ്ടും അവനിൽ നിന്നും അകത്തി സ്വന്തം ദേഹത്തേക്ക് ചേർത്ത് പിടിച്ചു. 2 ദിവസം കഴിയാതെ ഇവനെ വീട്ടിൽ നിന്ന് പുറത്തിറക്കണ്ട കേട്ടോ പെങ്ങളെ, മരുന്നുള്ളതാ. പെട്രോൾ ടാങ്കിൻ്റെ മുകളിലുള്ള ബാഗിൽ നിന്നും കുറേ മരുന്നിൻ്റെ പൊതികൾ എടുത്തുകൊണ്ട് സുരേഷ് ഏട്ടൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് മീര ശ്രദ്ധിച്ചു. അയാളുടെ കയ്യിൽ നിന്ന് ആ പൊതി കയ്യിൽ വാങ്ങിയതിന് ശേഷം മീര സങ്കടത്തോടെ പപ്പൻ്റെ മുഖത്തേക്ക് നോക്കി. അവിടെ അപ്പോഴും പതിവ് പോലെയുള്ള ചിരിയാണെന്ന് കണ്ടതും അവൾക്ക് ആശ്ചര്യം തോന്നിപ്പോയി. വാ സുരേഷ് ഏട്ടാ, അകത്തേക്ക് പോകാം. പപ്പൻ അത്രയും പറഞ്ഞിട്ട് പതിയെ പടികൾ കയറി ഉമ്മറത്തേക്ക് നടന്നു. ഞാൻ എന്തേലും കുടിക്കാനെടുക്കാം. മീര അപ്പോഴേക്കും വേഗത്തിൽ കുഞ്ഞുങ്ങളെയും കൊണ്ട് അടുക്കളയിലേക്ക് പോയിരുന്നു. എന്താടാ, അപ്പോഴേക്കും രണ്ടും കൂടി ലവായോ? നിന്നെ കണ്ടത് എൻ്റെ പെങ്ങളൂട്ടി കണ്ണു നിറയ്ക്കുന്നത് കണ്ടു. സോപാനപ്പടിയിൽ കാലും നീട്ടിയിരിക്കുന്ന പപ്പൻ അരികിൽ ഇരുന്നു കൊണ്ട് സുരേഷ് അവനെ നോക്കി ഒന്ന് കളിയായി ചിരിച്ചു. എൻ്റെ പൊന്ന് സുരേഷ് ഏട്ടാ, എന്നെ വിട്ടുപിടി. പപ്പൻ എന്തുകൊണ്ടോ വല്ലാത്ത ചമ്മൽ തോന്നി തുടങ്ങിയിരുന്നു. അവൻ ആ ഉരുളൻ തൂണിലേക്ക് ബന്ധപ്പെട്ട് ചാരിയിരുന്നു. ഇഞ്ചക്ഷൻ എടുത്തത് കൊണ്ടാവാം
ശരീരവേദനയും തലയിലെ മുറിവിൻ്റെ വേദനയും അവൻ അറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ തമാശയ്ക്ക് ചോദിച്ചതല്ലേടാ. അവൾക്ക് നിന്നോട് ഉള്ളിൽ സ്നേഹമുണ്ട് കേട്ടോ. പ്രേമം തുടങ്ങിയെന്ന് തോന്നുന്നല്ലോ. സുരേഷ് കട്ടായം പറഞ്ഞു. അവൾക്ക് എല്ലാവരോടും സ്നേഹമാണ്, അതുപോലെ തന്നെ എന്നോടും ഉള്ളൂ. അതല്ലാതെ പ്രണയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സുരേഷ് ഏട്ടാ. അവൻ്റെ കണ്ണുകൾ അപ്പോൾ മീര പോയ വഴിയെ നീങ്ങി. അവിടെ കാര്യം അവിടെ നിൽക്കട്ടെ, നിന്റെ കാര്യം പറ. ഇനി എൻ്റെ ജീവിതത്തിൽ കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് 2 വർഷങ്ങളായി ഞങ്ങളെ തീ തിരിച്ച് നടന്നവനല്ലേ നീ? നിനക്ക് അവളോട് ശരിക്കും ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണോ ഈ കല്യാണത്തിന് സമ്മതിച്ചത്? അതോ മീരയ്ക്ക് കുഞ്ഞുങ്ങളെ കാര്യമായതുകൊണ്ടോ? അയാൾ ഒട്ടൊരു ഗൗരവത്തോടെ ചോദിച്ചു. അങ്ങനെ തോന്നുന്നുണ്ടോ ഏട്ടന്? ശരിക്കും ഇഷ്ടമായിട്ട് തന്നെയാണ് കൂടെ കൂട്ടാൻ തോന്നിയത്, അല്ലാതെ എൻ്റെ മക്കളെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമല്ല. പപ്പൻ്റെ ചുണ്ടിൽ വിരിഞ്ഞ് ചിരിക്കപ്പോൾ പ്രണയത്തിൻ്റെ തിളക്കമുണ്ടായിരുന്നു. ആ, അത് കേട്ടാൽ മതി മോനെ. എനിക്ക് കണ്ടിടത്തോളം അതൊരു പാവം പെങ്കൊച്ചാടാ. സുരേഷ് അത് പറഞ്ഞു മുഴുമിപ്പിച്ചില്ല. അപ്പോഴേക്കും മീര 2 ഗ്ലാസുകൾ ചായയുമായി ഉമ്മറത്തേക്ക് വന്നു കഴിഞ്ഞിരുന്നു. അവളുടെ പിറകെ പാല് പോലെ 2 കുരുപ്പുകളും. അവൾ ആ ചായ 2 പേർക്കുമായി കൊടുത്തിട്ട് ഇത്തിരി അകന്നു മാറി നിന്നു. അവരത് ആസ്വദിച്ച് ചൂടോടെ കുടിക്കുന്നത് നോക്കി. എന്നാൽ ഞാൻ ഇറങ്ങുവാണേ. പെങ്ങളെ, ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. എവിടെയൊക്കെയോ തൊലി പോയിട്ടുണ്ട്. ഒന്നും സാരമില്ലെന്ന് പറഞ്ഞാണ് ആളിൻ്റെ ഇപ്പോഴത്തെ ഇരിപ്പ്. ഇന്നിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലായിരിക്കും. നാളെ രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അറിയാം, ദേഹം പൊങ്ങത്തില്ല. അവളോട് അത്രയും പറഞ്ഞിട്ട് പപ്പനെ ഒന്ന് രൂക്ഷമായി നോക്കിയിട്ട് സുരേഷ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എനിക്കൊന്ന് കിടക്കണം. സുരേഷ് ഗേറ്റും കടന്നു പോയെന്ന് കണ്ടതും പപ്പൻ പതിയെ അവിടെ നിന്ന് എഴുന്നേറ്റ് മുറിയിലേക്ക് മെല്ലെ നടന്നു. അവന് പിറകിലായി മീരയും. കഴിക്കുന്നില്ലേ? റൂമിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുമ്പ് അവൾ അന്വേഷിച്ചു. വേണ്ട, ഇത്തിരി കഴിയട്ടെ. അതും പറഞ്ഞവൻ അകത്തേക്ക് കയറി. നടക്കുമ്പോൾ വലത്തുകാൽ വേച്ചു വെച്ച് നടക്കുന്നവനെ മീരയപ്പോൾ ശ്രദ്ധിക്കാതെ ഇരുന്നില്ല. ഗുളികയുള്ളതല്ലേ, ഇത്തിരി കഴിച്ചിട്ട് കടന്നൂടെ? പെണ്ണിൻ്റെ ചോദ്യം ദയനീയമായിരുന്നു. അവളുടെ നോട്ടവും. എടുത്തു വെച്ചേക്ക്, കഴിച്ചോളാം. എന്തുകൊണ്ടോ അവനപ്പോൾ മീരയെ ധിക്കരിക്കാൻ തോന്നിയില്ല. ശ്രമത്തോടെ ഷർട്ട് ഒരു ഹാങ്ങറിലേക്ക് ഇട്ടിട്ട് കാലുകൾ മെല്ലെ നീക്കി ബാത്റൂം ലക്ഷ്യമാക്കി നടക്കുന്നതിനരികിലേക്ക് മീര പൊടുന്നനെ ആദിയോടെ ഓടിച്ചെന്നു. ഇതെന്താ ഇത്രയും മുറിഞ്ഞോ? സജലങ്ങളായിരുന്ന അവളുടെ കണ്ണുകളപ്പോൾ ചുമല് തൊട്ട് താഴെ മുട്ടുവരെ തൊലിപോയ അവൻ്റെ ഇടത്തെ കൈക്ക് മേലെ സങ്കടത്തോടെ ഓടി നടക്കുകയായിരുന്നു. ഒന്നുമില്ലടോ, ചെറുതായിട്ടൊന്ന് തൊലി പോയതേ ഉള്ളൂ. പെണ്ണിൻ്റെ തോളിൽ ഒന്ന് തട്ടിക്കൊണ്ടവൻ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. ഇതാണോ ചെറിയ മുറിവ്? ആദ്യം സങ്കടവും ആശങ്കയും എല്ലാം നിറഞ്ഞതായിരുന്നു അവളുടെ ആ ചോദ്യം.